ഒന്നിച്ചോണം മാവേലിക്കൊപ്പം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊയിലാണ്ടിയിലുള്ള ശോഭിക വെഡ്ഡിങ്സിൻ്റെ മുമ്പിലാണ്. നല്ല തിരക്കുള്ളൊരു സമയം അറിയാലോ. ഓണം ആയിക്കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ സീസണുകളൊക്കെ ആയി. അപ്പം വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടെ കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കായിരിക്കും ആദ്യം അവർ സെലക്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും കൊയിലാണ്ടി ഭാഗത്തുള്ളവരും അതിൻ്റെ അപ്പുറത്തേക്ക് വടകര ഭാഗത്തുള്ളവരൊക്കെ വരുന്നത് ഈ ശോഭികയിലായിരിക്കും. ശോഭികയ്ക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൊയിലാണ്ടിയുള്ള ശോഭികയിൽ ഓണ പ്രകൃതി നടക്കുന്നുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. നല്ല തിരക്കാണ്. ഒരു പറഞ്ഞ പോലെ തന്നെ ഓണത്തിൻ്റെ തകൃതിയാണ് ഇവിടെ. ഭയങ്കര ബഹളവും ഒരുപാട് തിരക്കുമുണ്ട്. ഭയങ്കര സന്തോഷം കാണുമ്പോൾ തന്നെ ഒരു കണ്ണിനൊരു കുളിർമയില്ലേ. വെൽക്കംകളുടെ കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഓണത്തിൻ്റെ ആ തിരക്കിൻ്റെ കാര്യം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല തിരക്കാണ്. പേരെന്താ? മോനിഷ. ഈ സമയത്താണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഓണത്തിന് തിരക്കായതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, നിങ്ങൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആക്കി എല്ലാവരും അല്ലേ? സംസാരിക്കാനുള്ള സമയം പോലും. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇവിടെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും കേട്ടോ. അപ്പം മോനിഷ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിന്നെ ശോഭിക വെഡ്ഡിങ്സിൽ ഓരോരോ സെക്ഷൻ, ഓരോ ബാഗിൻ്റെ ഒരു സെക്ഷൻ, അതേപോലെ തന്നെ ജ്വല്ലറീൻ്റെ വേറൊരു സെക്ഷൻ. ജ്വല്ലറി മീൻസ് പിന്നെ ഈ എന്താ അതിന് പറയാൻ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫാൻസി ഐറ്റംസിൻ്റെ വേറൊരു സെക്ഷൻ, അങ്ങനെ ഓരോ കോസ്മാറ്റിക്സിൻ്റെ വേറൊരു സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷനുകളായിരിക്കും. അപ്പോൾ ശോഭിക നമുക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആ സമ്മാനങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് രസകരമായിട്ടുള്ള ഒരു കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ സ്റ്റാഫല്ലേ? പേരെന്താ? എൻ്റെ പേര് സുജിത്ത്. ഇവിടുത്തെ സെക്ഷനിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ഞാൻ മാർക്കറ്റിംഗ് ആണ്. ഇയാളെ തന്നെയാണ് വേണ്ടത്. മാർക്കറ്റിങ്ങിൽ നിൽക്കുന്ന ഇദ്ദേഹം എങ്ങനെ മാർക്കറ്റിംഗ് നന്നായിട്ട് പോകുന്നുണ്ടോ? നന്നായിട്ട്. നല്ല തിരക്കുള്ള സമയമാണ് തോന്നുന്നു അല്ലേ? ഏത് ഭാഗത്തുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതൽ ഇവിടെ വരാറ്? കൂടുതൽ അങ്ങനെയൊന്നുമില്ല, ഒരുവിധം എല്ലാവരുടെയും ഈ പയ്യോളി വടകര ഭാഗത്തുനിന്നും പിന്നെ ഇങ്ങോട്ട് ബാലുശ്ശേരി ഭാഗത്തു നിന്നൊക്കെ നല്ലോണമുണ്ട്. പിന്നെ കാപ്പാട് നിന്ന് അങ്ങോട്ട് പൂക്കാട് ചെങ്ങോട്ട് നിന്നൊക്കെ അങ്ങോട്ട് ആയിട്ടൊക്കെ കോഴിക്കോടേക്ക് തന്നെയാണ്, നമ്മുടെ ശോഭികയിലേക്ക് തന്നെയാണ് കസ്റ്റമർ. കാരണം നമ്മൾ വീണ്ടും കാണുന്നവരൊക്കെ അവരങ്ങനെ തന്നെയാണ് പറയുന്നത്. ശോഭികൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഡീൽ ചെയ്യുന്ന രീതിയുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന് ഇവർ ഒരു മാജിക്കാണ് ഈ മാർക്കറ്റിംഗ്. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാജിക്കാണ്. അവരെ സംസാരത്തിൽ തന്നെ കസ്റ്റമറെ നമ്മളെ വീഴ്ത്തിയിടും അല്ലേ? അങ്ങനെയാണ്. അല്ല വേണ്ടട്ടാ. ശരി, അടുത്ത നോക്കാം നമുക്ക് ആർക്കുണ്ട്. ഹലോ ബ്രദർ, എന്തൊക്കെയാ വിശേഷം? പേര് പറഞ്ഞേ? വിഷ്ണു. വിഷ്ണു. ഈ ആരുടെ പറഞ്ഞ? വൈഷ്ണ. ഒരു സെക്കൻഡ് വരും. വൈഷ്ണ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഓണത്തിന് എന്തൊക്കെ എടുത്തേ? കോടിയൊക്കെ എടുത്തോ? ഓണക്കോടി എടുത്തോ? അമ്മയുണ്ടോ കൂടെ? അച്ഛനോ? ഇല്ല, ഗൾഫില. എത്ര ക്ലാസ്? ഞാൻ 8ല്. ഏത് സ്കൂളിലാണ്? അമൃത വിദ്യാലയം. അമൃത വിദ്യാലയം. അടിപൊളി, ഫേമസ് ആണല്ലോ രണ്ടുപേരും. ഇയാൾ എത്ര ക്ലാസ്? ഇയാള് 4ല്. 4. പേര് പറഞ്ഞു? സുമി. സുമി ചേച്ചി പിന്നെ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, വർക്ക് ചെയ്യുന്നു. അപ്പൊ ഓണം ഇവർക്ക് ഇഷ്ടമുള്ള കോടികളൊക്കെ എടുത്തു കൊടുത്തോ? മെറ്റീരിയൽ ഇനി തയ്ക്കണം അല്ലേ? എവിടെയാ? ഫ്രണ്ടിൻ്റെ അടുത്താണ് തയ്ക്കാൻ കൊടുക്കുക അതോ? പിന്നെ ഇവിടെ തന്നെയാണോ അധികം പർച്ചേസിംഗ് ഒക്കെ ഉണ്ടാവുക? ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ചോദ്യത്തിന് ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ഈ ശോഭികയിൽ വന്ന കൂട്ടത്തിൽ ഒരു സമ്മാനം കൂടി തരാം. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോ. ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം ഏതാണ്? തന്നെ? സത്യമാണ്? ഓക്കെ, എന്നാ ഒരു ഗിഫ്റ്റ് തരാം. എവിടെ കേട്ടല്ലോ? ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന ഭക്ഷണ പദാർത്ഥം കുഴലപ്പം പറഞ്ഞു. അതിനകത്ത് കുഴലപ്പത്തിൻ്റെ എന്ത് പോയാലാണ്? ലാ പോയാൽ കുഴപ്പമാകും. ഒരു സമ്മാനം തരാം. സന്തോഷമായോ? ഓക്കെ, ഹാപ്പി. ശരി ചേച്ചി. ഓക്കെ, അങ്ങനെ നമ്മൾ ശോഭികേൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ, 1ാം നിലയിൽ. മലയാളത്തിൽ പറയണമല്ലോ. അപ്പം ഇവിടെ വന്നപ്പോൾ ആണ് എനിക്ക് ഒരുപാട് കൂടുതൽ തിരക്കുകൾ തോന്നിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നുന്നു. 1ാം നില. വെഡ്ഡിങ് സെക്ഷനുണ്ട്, സാരീസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയായിരുന്നു. ഓർമ്മയിലില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഇതല്ലേ ഓണത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രത്യേകം പറയണ്ടല്ലോ, കണ്ടാൽ തന്നെ അറിയാം.
ഒരു സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നത്. സുഖാണോ? പേര് പറഞ്ഞു. അനുലക്ഷ്മി. എന്തോ ഒരു ഇഷ്ടക്കേട് ഉണ്ടല്ലോ, എന്തോ ഒന്ന് സെലക്ഷൻ കിട്ടാത്ത. ആ, അതിന് അമ്മ ഇങ്ങനെ ഇടങ്ങാറാക്കാന്നുണ്ടോ? ഇല്ല. പിന്നെ നാളെ പ്രോഗ്രാം ആണെങ്കിൽ റെഡിമെയ്ഡ് തന്നെ വേണ്ടേ അല്ലേ? പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്ച്ചു കിട്ടുന്നില്ലോ. ആണോ? അപ്പൊ കിട്ടിയല്ലോ ഇവിടെ ഉള്ളേ. എന്നിട്ട് എന്താ എന്നിട്ട് കിട്ടിയില്ല. ചർച്ച നല്ല സാധനങ്ങൾ കൊടുക്കണം. എന്റെ കൊച്ചു എന്റെ മുഖം ഒന്ന് പിന്നെ ഒരു ചിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അല്ലേ? ശരിയായിക്കോളൂ. പിന്നെ പേര് പറഞ്ഞു. അനുലക്ഷ്മി. നാളെ എന്താ പരിപാടി എന്ന് പറഞ്ഞല്ലോ? നാളെ കോളേജിലേക്ക് ഓണപരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ അമ്മേന്റെ ഇത്രയും കാശൊക്കെ പോയത്. അപ്പൊ മാവേലിയുടെ പേഴ്സണലായിട്ട് പുള്ളിക്കാരൻ എന്താ വിചാരിക്കുന്ന അറിയാം, ഓണത്തെങ്കിലും വരാതിരിക്കാൻ അല്ലേ? അല്ലേ ആണെന്ന്. ഓണത്തിന് വന്നാലല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ സാധനം വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാം അമ്മയ്ക്ക് അല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു കുസൃതി ചോദ്യം. ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. മുന്നിൽ തുളയുള്ള സൂചിയുടെ പേര്. മുന്നിൽ തുളയുള്ള സൂചി എന്ത് സൂചിയാ? അറിയില്ല. എന്നാ ഞാൻ സമ്മാനം തരില്ല. അമ്മയ്ക്കറിയാം. ആണോ? ആണ്. എന്നാ അല്ല, ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ സമ്മാനം തരണമെങ്കിൽ ഒന്ന് ആലോചിച്ചോട്ടോ. സമ്മാനം കൊടുക്കാമല്ലോ നമുക്ക് അല്ലേ? സമ്മാനം കൊടുക്കും. ആലോചിക്കും. ഓക്കെ. എന്തൊക്കെയുണ്ട്? പോയോ? ഈ അച്ഛനാരും ഇവിടെ ഒരു സാധനം എടുത്തു കൊടുത്തില്ലേ? അച്ഛനാ ആണ് അല്ല? ഇവിടുത്തെ അച്ഛനായിരിക്കും. എന്താ വിശേഷം? നല്ലത്. സാധനങ്ങളൊക്കെ എടുത്താ? ഞാൻ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയെന്ന് കണ്ടില്ലേ? ആലപ്പുഴയെന്ന് കൊയിലാണ്ടിയിലേക്കുള്ള ശോഭികയിൽ എത്തണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ശോഭികന്റെ ഒരു രാവിലെ വന്നു ഒരാഴ്ച മാറാൻ വേണ്ടി രണ്ടാമത്. സന്തോഷം. കിട്ടിയോ? സാധനങ്ങളൊക്കെ കിട്ടിയോ? ചേച്ചിന്റെ പേരെന്താ? പ്രിയ. ഇതോ? വൈഷ്ണവി. അച്ഛനാണോ? ഓക്കെ. വൈഷ്ണവി പഠിക്കണം. എന്താ വർക്ക് ചെയ്യുന്നത്? സ്റ്റാഫായിട്ട്. എവിടെ? ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്റ്റുഡിയോ. സാധനങ്ങളൊക്കെ കിട്ടിയോ? എടുത്തോണ്ട്. ഓണത്തിനുള്ള എന്താ സാരിയാണ്? ഓണപരിപാടി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, പ്രത്യേകിച്ച് എന്താ കാര്യമായിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ടോ? ഇല്ല, ഓണത്തിന് വേണ്ടി മാത്രമുള്ള പർച്ചേസിങ് അല്ലേ? ശോഭിക തെരഞ്ഞെടുത്തു. ശോഭിക ആണോ കൂടുതൽ തെരഞ്ഞെടുക്കുക? ഈ പർച്ചേസ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന ശോഭിക? അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം ഗീതയിലൊക്കെ പോയി. അപ്പൊ ഇവിടെ സെലക്ഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഒന്ന് ന്യൂട്രൽ പോകുന്നുണ്ടോ? വേറെ ഒരു ആലോചനയുടെ ആവശ്യമില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാ ചേച്ചി വിശേഷം? ഓണത്തിന് പ്രത്യേകമായിട്ട് വിശേഷങ്ങളൊന്നും പറഞ്ഞു. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വയനാട്ടിലെ ദുരിതം ആ ഒരു വേദന ഇപ്പോഴുള്ളൂ. അതുകൊണ്ട് ഓണത്തിനെ പറ്റിയുള്ള സന്തോഷമൊന്നും പറയാനൊന്നും ഇല്ല. ഇപ്പൊ ഈ ഓണത്തിന് ശോഭികയിൽ വന്ന് സെലക്ട് ചെയ്യാനുള്ള കാരണം? ശോഭികയിലൊന്ന് നോക്കാനാണ്. ശോഭികയില് വന്നിട്ടില്ല ഇതുവരെ. എവിടെ ശരിക്കും താമസിക്കുന്നത്? മേപ്പയ്യൂരാണ്. മേപ്പയ്യൂരിൽ ശോഭികയിലേക്ക് എനിക്ക് തോന്നുന്നു ചേച്ചിയായിരിക്കും എൻ്റെ സ്വന്തം ആള്. ശോഭിക തന്നെ വരണം എന്നുള്ള ഒരു പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പം കോഴിക്കോട് പോയിട്ട് ഇതുവഴി വരുമ്പം ഒന്ന് കയറി നോക്കിയതേ ഉള്ളൂ. ശോഭികയെ പറ്റി നല്ല അഭിപ്രായം കേട്ടിരുന്നു. അപ്പൊ ഇന്നിപ്പം വീട്ടിലേക്കുള്ള പർച്ചേസിംഗ് ഒക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ. കാരണം നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഇതല്ലല്ലോ, സ്ത്രീകളാണല്ലോ കൂടുതൽ കാര്യങ്ങളൊക്കെ. വസ്ത്രത്തിന്റെ കാര്യങ്ങളൊക്കെ സ്ത്രീകളാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ചേച്ചിക്ക് വിട്ടുകൊടുത്തായിരിക്കും അല്ലേ? എന്തായാലും സന്തോഷം പരിചയപ്പെട്ടതിൽ. ഓക്കെ, സന്തോഷം. താങ്ക് യു. നല്ലതാ ഉണ്ണിയപ്പം. എനിക്കാ കഴിക്കാല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടിയാ? എന്നൊന്ന് എഴുന്നേറ്റാൽ ഒന്ന് സംസാരിക്കായിരുന്നു. അമ്മയുടെ പേരെന്താ? സരസ്വതി. ഒറ്റ ആളേ ഉള്ളൂ? ഒരു മോനൂടെ ഉണ്ട്. എവിടെ ജോലി ചെയ്യുന്നത്? എയർഫോഴ്സിലാ. മോൾക്ക് ജോലിയുണ്ടോ? എഞ്ചിനീയറാ. എവിടെ? അല്ല, താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ഡ്രൈവറാ. എവിടെയാണ്? അരിക്കുളം. ബസ്സിലാണോ? അല്ല, ഓട്ടോ റിക്ഷ. നമ്മളെ ജനങ്ങളുടെ സ്വന്തം പൾസർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് മോളുടെ കുട്ടിയാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? LKG. എവിടെയാ ശരിക്കും താമസിക്കുന്നത്? അരിക്കുളത്ത്. അരിക്കുളം. ഇവിടെ അടുത്ത് അരിക്കുളം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം ശോഭികയിലേക്ക് വരുന്നതല്ലേ?
എപ്പോഴും ഇങ്ങനെ ഞങ്ങള് തന്നെയാണ്. സ്ഥിരം കസ്റ്റമറാണ് ആണല്ലേ? ഇവിടുത്തെ. ഓണത്തിന് ചേച്ചി പറഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ ഞാന് ഓണത്തിന് വരുന്നതിനെ കൊണ്ട് ആഘോഷമാണല്ലോ ഉണ്ടാവുക. അപ്പൊ ഈ ഓണം വരരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അല്ല നിങ്ങള് ചേച്ചിയല്ല, കാരണം കാശ് കുറെ പോകുമല്ലോ അല്ലേ? എന്നാലും സന്തോഷമല്ലേ? സന്തോഷം. ഈ ഒരു സമയത്ത് ഒരു ഓണം സന്തോഷം. നല്ലതല്ലേ? സന്തോഷം. പൈസ ചെലവ് എല്ലാവർക്കും കുറച്ച് ചിലവാണെങ്കിൽ എല്ലാവർക്കും ഓരോ സന്തോഷങ്ങൾ പങ്കിടുക എന്നുള്ളത്. പിന്നെ സെലക്ട് ചെയ്തോ എല്ലാം? സാരീസാണ്. ആമ്പോ സെലക്ട് ചെയ്ത ഒരു കൊട്ടക്കണക്കിന് സാധനം എടുത്തിട്ടുണ്ട്. എന്തായാലും ശോഭികയിൽ ഇവർക്ക് നല്ല സെലക്ഷൻ കിട്ടിയല്ലോ, സന്തോഷമുണ്ട്. കാണുമ്പോൾ കേട്ടോ. ഓക്കെ, ഓണാശംസ. എങ്ങനെ പന്തം കണ്ടു പോലെ നിൽക്കുന്നത്? സുഖമായിരിക്കണോ? പേരെന്താ? ഗീതേച്ചി എന്ത് ചെയ്യുന്ന? ഹൗസ് വൈഫ്. എവിടെയാ പിന്നെ താമസിക്കുന്നൊക്കെ? നന്ദിയില്. ഇയാളോ? നന്ദി. നിങ്ങളോ? ആഹാ, നന്ദിയിലുള്ള ആൾക്കാർ. ഏട്ടൻ അഞ്ചര ഓളം ഓ, നിങ്ങള് ഭയങ്കര ഒത്തൊരുമയല്ലേ? അടിപിടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇടയ്ക്കുണ്ടാവും, അത് വേഗം സോൾവ് ആവും. ഇടയ്ക്കുണ്ടാക്കുന്ന ആരാ? വീട്ടിലായിരിക്കില്ലേ? അത് കണ്ടാലും അറിയാം. അങ്ങനത്തെ അടിയൊന്നുമില്ല. വേഗം കഴിയും. കുശുമ്പുണ്ടാവാറുണ്ട്? ഇല്ല, അതൊന്നുമില്ല. പരദൂഷണം പറയൂ? ഇല്ല. ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞിരുന്നു. നാളെ രാത്രി. രാത്രി? അയ്യോ, കേട്ടോ, ഇവര് ഉച്ചക്കല്ല ചർച്ച ചെയ്യുന്നത്, രാത്രിയിൽ ചർച്ച ചെയ്യുന്നത്. രാത്രി അപ്പൊ സീരിയൽ കാണണ്ടേ? സീരിയലാണല്ലേ? സമാധാനം കേട്ടോ. സീരിയൽ കാണാത്ത 3 പെണ്ണുങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടു. നിങ്ങൾ കാണുന്ന സീരിയൽ ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട പറയും. അമ്മായിമ്മ പോലെ. അവിടെ അമ്മായിമ്മ ഉണ്ടോ? അല്ല, നിങ്ങളെ വീട്ടിലമ്മ ഇല്ല, അതുകൊണ്ട് കഴിച്ചലായി. അതുകൊണ്ട് പിന്നെ പരദൂഷണം ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും സന്തോഷം, ഞങ്ങളെ പരിചയപ്പെടില്ല. ഞാൻ തമാശയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് പാതാളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ എന്തൊക്കെയാ വാങ്ങിയേ? തുടങ്ങുന്നുള്ളൂ, വന്നിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം, ചെറിയൊരു കുസൃത ചോദ്യമാണ്. ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. മുന്നിൽ തുളയുള്ള ഒരു സൂചി. മിഷ്യൻ സൂചി. സൂചിയാ? ഒന്ന് ആലോചിച്ചു, രണ്ടാമതൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇവിടെ താഴെ അല്ല, അതിന്റെ സൈഡിലാണ് സൂചി. സൈഡിൽ കൂടെ അല്ലേ നമ്മള് സൂചി നൂല് കുറക്കുന്നത്? അപ്പൊ ഒന്ന് ചിന്തിക്കുക അല്ലേ? ഞാൻ താഴെ ഉണ്ടാവും, ആലോചിച്ചോളി, സമ്മാനം തരാം. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോകാം അല്ലേ? ശോഭികൻ്റെ സെക്കൻഡ് ഫ്ലോറാണ്. ഇത് ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ ഒരു സെക്ഷനാണ്. പിന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളെ ഇവിടെ സെറ്റാക്കി തരാം. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു സെക്ഷൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നല്ലൊരു കപ്പിൾസിന് കിട്ടിയല്ലോ. ഹലോ, എന്താണ് വിശേഷം? പേര് പറഞ്ഞേ? ചേച്ചിയുടെ പേരുന്ന? സുരഭില. അനീഷ്. അനീഷേട്ടൻ ജോലിയല്ലേ? ഷോപ്പ് ബിസിനസ്. ഓ, ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല, ഹൗസ് വൈഫാണ്. എന്തൊക്കെ മേടിച്ചെന്നമ്മ? അച്ഛൻ എന്തൊക്കെ മേടിച്ച? ഷർട്ടൊക്കെ മേടിച്ചെന്നാ ഓണത്തിന്? പരീക്ഷ ഉണ്ടോ? പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലേ? ഓണപരീക്ഷ കഴിഞ്ഞോ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. സമയമുണ്ട് ഇഷ്ടം പോലെ. കാരണം പരീക്ഷ ആണോ? പരീക്ഷ പ്രശ്നമില്ലല്ലോ ഇവർക്ക്. എന്തായാലും എന്തൊക്കെയോ കുത്തി വരയ്ക്കാനല്ലേ ഉണ്ടാവുള്ളൂ, എൻ്റെ പഴയ കാലഘട്ടങ്ങൾ. അപ്പോൾ ഒരു ചെറിയ ചോദ്യം ചോദിക്കാം, ഉത്തരം പറയണേ സമ്മാനം. മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? തുളയുള്ള സൂചി അനീഷത്തിന് അറിയാം. അതിനോട് പറയാൻ പറ്റില്ലല്ലോ. അറിയില്ല. കിട്ടിയില്ല. എന്തൊക്കെ കുറച്ച് തെരഞ്ഞെടുക്കുന്നുള്ളൂ അല്ലേ? എന്നാ നടക്കട്ടെ, ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ അനീഷേട്ടാ. ആരാണത്? എൻ്റെ ചങ്കാണത്. എന്തൊക്കെ മേടിച്ചോ? ആരാ കൂടെ ഉള്ളത്? വേം പറ. ആരുമില്ലേ? ഉമ്മുണ്ട്. ഹലോ, എന്തൊക്കെയാ വിശേഷം? സുഖാണോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 1ാം ക്ലാസ്സിൽ. ഇത് എത്ര പേരുണ്ട്? 2 പേരോ? എവിടെ? അത് നല്ല ചെറുതല്ല. അമ്മ പേടിയാ വിളിക്കാൻ. ആരെ ചേച്ചിയില്ല? വാ അങ്ങോട്ട്. പേരെന്താ? ഉജേഷ്. അഖില. 2 പേരും ജോലി ചെയ്യുന്നുണ്ടോ? അതെ. ചേച്ചി ജോലി ഇല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല. ഹൗസ് വൈഫാണ്. ഓണത്തിന് കുറെ പർച്ചേസിംഗ് ഒക്കെ നടന്നോ? നടക്കുന്നുള്ളൂ അല്ലേ? തുടങ്ങിയുള്ളൂ. നടക്കട്ടെ, ഇഷ്ടം പോലെ സമയമില്ലേ? അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരും. ചോദ്യം ഇതാണ്, മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുളയുള്ള സൂചിയോ? സൂചിക്ക് മുന്നിലാണെന്ന് തുളയുന്നത് മാത്രമേ ഉള്ളൂ. അത് ഏത് സൂചി?
തയ്യൽ സൂചിയാ? അല്ല തയ്യൽ സൂചിക്ക് സൈഡിലാണ് കേട്ടോ. കുസൃതി ചോദ്യേട്ടാ. അല്ല, ബേസിക്കലി ആ ഒരു ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരവുണ്ട്. അറിയില്ല, ഇല്ല, ആലോചിക്കും. ഓക്കെ, താങ്ക് യു. പരിചയപ്പെട്ടില്ല, സന്തോഷം. ഓക്കെ. സെക്കൻഡ് ഫ്ലോറിൽ കിഡ്സിൻ്റെ സെക്ഷനാണെന്ന് പറയുമ്പോൾ ഇത്രയും കളർഫുൾ ആണെന്ന് വിചാരിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കിഡ്സിൻ്റെ സെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് കൂടുതലുള്ളത്. കാരണം അത്രയും കൂടുതൽ സെലക്ഷൻ ഉണ്ട് ഇവിടെ എന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ ഒരു കുഞ്ഞാവിനെ കണ്ടിട്ടുണ്ട്. അയ്യോ, ഇതാരാണ് എൻ്റെ കുഞ്ഞാവേ. അവന് കാണുമ്പോൾ പേടിയാവുന്നു തോന്നുന്നു അല്ലേ? എവിടെ നിങ്ങളെ ബാക്കി എവിടെ ഉള്ളത്? ഇതാണ് അമ്മ അല്ലേ? അമ്മയല്ലേ ഇത്? അമ്മ. പേര് പറഞ്ഞ അമ്മയുടെ പേര്? സുധേച്ചി. പേര് പറഞ്ഞു. ആരൊക്കെ വന്നിട്ടുണ്ട്? ഇതാരാ? നാത്തൂരാ? ആ, കുട്ടീൻ്റെ അമ്മ. അത് പേര് പറഞ്ഞേ? അനുശ്രീ. ജോലി ചെയ്യുന്നുണ്ടോ? ഇതാരാ ശരിക്കും? അല്ല, ഇത് അനിയന്റെ ഭാര്യ. വേറെ ആരും ജെൻസ് ആരും ഇല്ല. അപ്പം ഇപ്പൊ തൽക്കാലത്തെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ആ ട്രോഫിനെ അവിടെ കൊടുത്തായിരിക്കും അല്ലേ? ജോലി എന്താ പറഞ്ഞു? ഞാൻ ആ, ഓക്കെ. അമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തോ? ചെയ്യാലോ അല്ലേ? സമയമുണ്ട്. ഇപ്പൊ വന്നോളൂ. ഹാപ്പി അല്ലേ? ഓക്കെ. ഓണം എങ്ങനെയാണ്? സ്പെഷ്യൽ ആഘോഷങ്ങൾ എന്തെങ്കിലും പ്രത്യേകം? ഇല്ല, സിമ്പിൾ ആയിട്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. പിന്നെ മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? ഇല്ല. അമ്മയ്ക്കറിയാം? ഇല്ല. അമ്മ വേഗം തുണി മടക്കി വെച്ചേക്കാം. ശരി, എനിവേ നോക്കാം ആരൊക്കെ ഉണ്ട് നമുക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി. പേര് പറഞ്ഞേ? ശ്രദ്ധ. ദേവമിത്ര. ശ്രദ്ധിക്കണം കേട്ടോ. ഇതാരാ? അമ്പ. ആരൊക്കെ നിങ്ങൾ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? എല്ലാരും നിങ്ങളെ ടീമാ? നിങ്ങൾ എത്ര പേരുണ്ട്? ഇതാരാ? അമ്മ. പേര് പറഞ്ഞ? ജിഷ. ഇയാളുടെ പേര് പറഞ്ഞു? ദേവമിത്ര. ശ്രദ്ധ. അപ്പം എത്രാം ക്ലാസ്സിലാണ് ശ്രദ്ധ പഠിക്കണേ? 5. പ്ലസ് 1. ഇയാളോ? ക്ലാസ്സിലോ? ജീൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? കിട്ടിയോ? അതൊന്ന് ഇട്ടോക്കണ്ട നമുക്ക്. അതല്ല അതല്ല വേണ്ടത്. നിങ്ങൾ എന്താണ്? ശരി, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരും അങ്കിള്. ഇതാ പേര്. പിന്നെ ചോദ്യം എന്താ വെച്ചാൽ, മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുളയുള്ള സൂചി അറിയില്ല? അമ്മയ്ക്കറിയായിരിക്കും. ഡ്രസ്സുമായിട്ട് ഏകദേശം ബന്ധപ്പെട്ടാരാ? മേമ. അയ്യോ, എന്റെ മേമ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. നിങ്ങളൊന്ന് കാണട്ടെ. മേമയാണ് അതിന്റെ ഹെഡ് ഓഫീസ് തോന്നുന്നു അല്ലേ? ഇങ്ങോട്ട് നിങ്ങളെ പേര് പറയേ? സിന്ധു. മേമയാണോ ഈ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ തയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? മേമയാണോ? ആണോ? അങ്ങനെയൊന്നുമില്ല. അമ്മ തയ്ക്കും. ചെറുങ്ങനെ. അമ്മ ഭയങ്കര എന്താ പറയാ, ജോളിയാണ്. അമ്മ ഫ്രണ്ടാണ്. ഹാപ്പിയാണ് അല്ലേ? ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല. യൂണിഫോമോ? അപ്പൊ നാളെ സ്കൂളുണ്ടോ? നിങ്ങൾ പരീക്ഷ തുടങ്ങിയില്ല? ഞങ്ങളെ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ ഇപ്പൊ രണ്ടാം. അപ്പൊ ഓണപരീക്ഷ അല്ലേ? അപ്പൊ സന്തോഷം പരിചയപ്പെട്ടില്ല. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം. കൊയിലാണ്ടിയിലുള്ള ശോഭിക വെഡ്ഡിങ്സിന്റെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ? അവിടുത്തെ ഈ ഒരു ഓണം ഈ ഒരു സമയത്ത് മാത്രമല്ലാതെയും ഒരുപാട് തിരക്കുകളുള്ള ഒരു സ്ഥാപനമാണ് ശോഭിക. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നല്ല സ്പെഷ്യൽ തിരക്കുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഓണം എടുത്തുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രേക്ഷകരെയും കസ്റ്റമേഴ്സിനെയും ഇവരെല്ലാവരെയും കാണാൻ പറ്റിയതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ പ്രജകൾ എന്ന് പറയുമ്പം അവരുടെ ക്ഷേമമാണല്ലോ നമ്മളെ സന്തോഷം. അവരുടെ ആഘോഷങ്ങൾ, ഈ ഓണം ആഘോഷിക്കുന്ന സമയത്ത്, ഞാനുള്ള സമയത്താണല്ലോ ഓണം ആഘോഷിക്കുന്നത്. ആ ഒരു സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ചേരുന്നു. ശോഭിക വെഡ്ഡിങ്സിൻ്റെ എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസ.